കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ രക്ഷകരാവുക ബീച്ച് അഗ്നിരക്ഷാസേന യൂണിറ്റാണ്. എന്നാൽ ബീച്ച് അഗ്നിരക്ഷാസേന യൂണിറ്റിനും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആവശ്യമായ അവസ്ഥയാണ്. ഫിറ്റ്നസ് ഇല്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് വ്യക്തമാക്കിയ ക്വാർട്ടേഴ്സ് കെട്ടിടത്തിലാണ് ബീച്ച് ഫയർ സ്റ്റേഷൻ 2 വർഷമായി പ്രവർത്തിക്കുന്നത്. ഈ അഗ്നിരക്ഷാ സംവിധാനത്തെ ആര് രക്ഷപ്പെടുത്തുമെന്നതാണ് ഉയരുന്ന ചോദ്യം. കാണാം കോഴിക്കോട് നിന്ന് ദിലിഷ തിലകന്റെ റിപ്പോർട്ട്. രക്ഷയില്ലാത്ത രക്ഷാസേന. കോൺക്രീറ്റ് അടർന്നു വീണ മേൽക്കൂര, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇരുമ്പ് കമ്പികൾ, മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന മുറികൾ, ദ്രവിച്ച ജനാലകൾ, തേപ്പ് പൊഴിഞ്ഞ ചുമരുകൾ. നഗരത്തെ സംരക്ഷിക്കാൻ, നാട്ടുകാരെ രക്ഷിക്കാൻ ചുമതലപ്പെട്ട 22 ജീവനക്കാർ ജോലി ചെയ്യുന്ന കോഴിക്കോട്ടെ ബീച്ച് ഫയർ സ്റ്റേഷന്റെ അവസ്ഥയാണ് ഇത്. ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളും യന്ത്രങ്ങളും തുരുമ്പിച്ച ഇരുമ്പ് സാധനങ്ങളോടൊപ്പം നനവേറ്റ മുറികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 കൊല്ലം മുമ്പ് അത് ആധുനിക സംവിധാനത്തിലുള്ള കെട്ടിടത്തോടുകൂടി പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അത് പൊളിച്ചു മാറ്റിയത്. പക്ഷേ പൊളിച്ചു മാറ്റിയതിന് ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന 8ഓളം യൂണിറ്റുകൾ നഗരത്തിൻ്റെ പുറത്തുള്ള ഫയർ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടം കോഴിക്കോട് നഗരത്തിൻ്റെ അകത്ത് പിടിക്കുമ്പോൾ അവർ എത്തിപ്പെടാൻ കാലതാമസം വരുന്നുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ജയലക്ഷ്മിയിൽ നടന്നതും കഴിഞ്ഞ പുതിയ മാർക്കറ്റിൽ പുതിയ ബസ് സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തത്തിനൊക്കെ അവരെത്തിപ്പെടാൻ അവർ താമസം നേരിടുന്നുണ്ട്. ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും 2 വർഷത്തിലധികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ കടലാസിൽ തന്നെ തുടരുകയാണ്. കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്ന മുന്നറിയിപ്പുകൾക്കിടയിലും ജീവനക്കാർ ജീവൻ പണയം വെച്ച് ഇവിടെ ജോലി തുടരുകയാണ്. ബീച്ച് പ്രദേശം വിനോദസഞ്ചാരികളുടെ തിരക്കേറിയ മേഖലയാണ്. കടലിലെ അപകടങ്ങൾ, തീപിടുത്തങ്ങൾ, നഗരമധ്യത്തിലെ അടിയന്തരാവസ്ഥകൾ, ഇവിടെയെല്ലാം വേഗത്തിലെത്തേണ്ട അഗ്നിരക്ഷാസേന യൂണിറ്റാണ് ഇത്. തീപിടുത്തങ്ങളുടെ നഗരമായി കോഴിക്കോട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള സുരക്ഷാ വിഷയമായിട്ടും ബീച്ച് ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിടം പണിയാൻ എന്താണ് തടസ്സമെന്ന് ചോദിച്ചാൽ കൈമലർത്തുകയാണ് അധികൃതർ. നഗരമധ്യത്തിൽ ഒരു അപകടമുണ്ടായാൽ ആദ്യം ഓടിയെത്തേണ്ടവരെയാണ് ഇത്തരത്തിൽ മാറ്റി നിർത്തുന്നത്. വലിയ അനാസ്ഥയാണ്. വിഷ്ണു കച്ചേരിക്കൊപ്പം ദിലിഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.